അസ്സലാമലൈക്കും. ഗുരുതരമായ അപകടത്തെ തുടർന്ന് ഒരു കോളേജിലെ വിദ്യാർത്ഥി കുറെ ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ ആ വിദ്യാർത്ഥിയുടെ ഉമ്മ അവന്റെ സമീപത്തു നിന്നും മാറാതെ അവന്റെ കൂടെ തന്നെ ഇരുന്നു. രാത്രിയും പകലും അവനെ ഉമ്മ പരിചരിച്ചു. കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും നൽകി അവന്റെ ശരീരം തുടച്ച് വൃത്തിയാക്കി. അവന്റെ കൈപിടിച്ച് കൂടെ തന്നെ ഇരുന്നു. അവൻ പൂർവ്വസ്ഥിതിയിലെത്താൻ നിരന്തരം അവർ അവനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവനെ താങ്ങിയിരുത്താനും കുളിമുറിയിൽ കൊണ്ടുപോകാനും തിരക്കിനിടയിലും അവന്റെ വാപ്പ ഓടിയെത്തി. ഇതെല്ലാം കണ്ടും അനുഭവിച്ചും ഒന്നും മിണ്ടാതെ കുറ്റബോധം കൊണ്ട് ആ മകൻ ഉള്ളിൽ വിങ്ങുകയായിരുന്നു. ഉമ്മയുടെ ഒക്കത്തും വാപ്പയുടെ തോളിലും കയറിയിരിക്കുന്നത് ഏറ്റവും വലിയ ആനന്ദമായി കണ്ടിരുന്ന നാളുകൾ അവന്റെ കുഞ്ഞുനാളുകളിൽ ഉണ്ടായിരുന്നു. ഉമ്മയുടെയും വാപ്പയുടെയും മധ്യത്തിലെ ഉറങ്ങൂ എന്ന് വാശി പിടിച്ചുറങ്ങുന്ന എത്രയോ രാത്രികൾ അവന്റെ ബാല്യത്തിലുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കൈത്തുമ്പിൽ പിടിച്ചു നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന എത്രയോ നാളുകൾ. പിന്നീട് താൻ വളർന്നു. ഒരുപാട് കൂട്ടുകാരായി തന്റെ ലോകം വളർന്നു. അപ്പോഴേക്കും തന്റെ മനസ്സിലും ജീവിതത്തിലും ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമുള്ള ഇടം കുറഞ്ഞു കുറഞ്ഞു വന്നു. അലക്കിത്തേച്ച വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനും വേണ്ടി മാത്രം ഉമ്മയോട് എന്തെങ്കിലും സംസാരിച്ചാലായി. വസ്ത്രം കൃത്യമായി അലമാരിയിൽ കണ്ടില്ലെങ്കിലും ഭക്ഷണത്തിന് കുറവോ രുചിയോ കുറഞ്ഞാലോ ഉമ്മയോടവൻ കയർക്കും. ഫീസിനും വസ്ത്രങ്ങൾക്കും കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനും ഷോപ്പിംഗിനും പണം ആവശ്യമുള്ളപ്പോൾ മാത്രം തലചൊറിഞ്ഞ് വിനയം നടിച്ച് വാപ്പയുടെ മുന്നിൽ താൻ നിൽക്കും. ഉമ്മയോടും വാപ്പയോടും കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ താൻ സംസാരിച്ചിട്ടുള്ള സമയം കണക്കാക്കിയാൽ കൂടിയാൽ 3 മണിക്കൂർ ഫേസ്ബുക്കിലും 3 മണിക്കൂർ യൂട്യൂബിനും കുറെ സമയം സിനിമകൾ കാണാനും കൂട്ടുകാരോടൊപ്പവുമെല്ലാം താൻ ചെലവഴിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊന്ന് സംസാരിക്കും മോനെ എന്ന് ഉമ്മായും വാപ്പയും പറയുന്നത് തന്നെ തനിക്കൊരു ഇറിറ്റേഷനാണ്. അങ്ങനെ താൻ നിരന്തരം അവഗണിച്ചിരുന്ന ഉമ്മയും വാപ്പയുമാണ് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന തന്റെ സമീപത്തു നിന്നും മാറാതെ അരികിൽ തന്നെ ഇരിക്കുന്നതും തന്നെ താങ്ങുന്നതും തന്നെ നോക്കുന്നതും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തനിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതും. എങ്ങനെ താൻ കുറ്റബോധം കൊണ്ട് തേങ്ങാതിരിക്കും? ഗുരുതരമായ ഒരു അപകടം ആ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചതുമൂലം തെറ്റുതിരുത്താൻ അവനൊരവസരം ലഭിച്ചു. എന്നാൽ ഉമ്മയുടെയും വാപ്പയുടെയും മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞ് സ്വന്തം മക്കളിൽ നിന്നും അവഗണനയുടെ കയ്പുനീര് കുടിക്കുമ്പോൾ മാത്രം തന്റെ മാതാപിതാക്കളോട് കാണിച്ച അവഗണനയുടെ ആഴവും അത് അവരിലുണ്ടാക്കിയ തീവ്രമായ നൊമ്പരവും തിരിച്ചറിയുന്ന മക്കളാണ് മഹാഭൂരിപക്ഷവും. ദൂരത്ത് പഠിക്കുന്ന മകനെക്കുറിച്ചോർത്ത് ഉറങ്ങാതെ കിടക്കുന്ന മാതാവ്. അവൻ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? ട്രെയിനിൽ നിന്നും സൂക്ഷിക്കാതെ അവൻ ഇറങ്ങി തെന്നി വീഴുമോ? രാത്രി ഒറ്റയ്ക്ക് നടന്നു വല്ല ഉപദ്രവങ്ങൾക്കും ഇരയാകുമോ? ഇങ്ങനെ അവസാനിക്കാത്ത ചിന്തകളോടെ ഉമ്മ വിളിക്കുന്ന ഫോൺ കോളുകൾ എടുക്കാത്ത എത്രയോ മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വാപ്പയുടെ ഒരു കോൾ വരുന്നത്. ഉമ്മ പെടുന്നനെ മരിച്ചുപോയെന്ന ഭയാനകമായ വാർത്ത. മരണവാർത്തയേക്കാൾ ചങ്ക് പൊളിക്കുന്നത് ഉമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. ഉമ്മ അടുത്തിരുന്ന് സംസാരിക്കാൻ വന്നപ്പോൾ അവഗണിച്ച് സുഹൃത്തുക്കളോടൊപ്പം പോയതിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും സമയമില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം സിനിമക്ക് പോയതിനെ കുറിച്ചെല്ലാം ഓർത്തായിരിക്കും ചങ്ക് പിളരുക. മരണം എപ്പോൾ എങ്ങനെ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. അതിനാൽ ഇത്തരം ദുരന്തങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉമ്മയും വാപ്പയും ഇണയുമെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുമായി സമയം ചെലവഴിക്കുക, അവരെ സ്നേഹിക്കുക. മനസ്സിന്റെ ഉള്ളിൽ പരിമിതപ്പെടുത്തിയിട്ടല്ല, ബാഹ്യമായി തന്നെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട്. എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോരുത്തരും സ്വന്തം ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. തിരുത്താൻ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ തിരുത്തുക. അന്ത്യദിനം അടുക്കുമ്പോഴുള്ള അടയാളങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് ഭാര്യയെ അനുസരിച്ച് ഉമ്മയെ ധിക്കരിക്കുന്ന, കൂട്ടുകാരോട് കാരുണ്യത്തോടും സ്നേഹത്തോടും ഇടപഴകുകയും പിതാവിനെ അവഗണിക്കുകയും ചെയ്യുന്ന സന്താനങ്ങളുടെ ബാഹുല്യമാണ്. എത്ര ശരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ്. ഉപ്പ നിങ്ങൾക്ക് നൽകുന്ന പണം കൊണ്ട് കോഫി ഷോപ്പിലും സിനിമക്കും കയറുന്ന, ഒരു പക്ഷെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ സംബന്ധിച്ച് പരദൂഷണം പോലും പറയുന്ന കൂട്ടുകാരോട് എത്ര മാന്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നിങ്ങൾ ക്ഷമിച്ച് അയാളോട് കയർക്കുകയോ അയാളെ കുറ്റം പറയുകയോ ചെയ്യില്ല.
എന്നാൽ 9 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് രാവും പകലുമില്ലാതെ ഉറങ്ങാതെ വിശ്രമിക്കാതെ തന്നെ പരിചരിച്ച ഉമ്മയെത്താൻ താമസിച്ചാലോ, വസ്ത്രം തേച്ചു വെക്കാൻ മറന്നാലോ എത്ര ഹീനമായിട്ടാണ് പലരും അവരോട് കയർക്കുന്നത്. എന്താണ് ഈ ഇരട്ടത്താപ്പ് നയത്തിന്റെ പിന്നിലെ വികാരം? കൂട്ടുകാരനോട് കയർത്താൽ അവൻ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റു കൂട്ടുകെട്ടിലേക്ക് പോകും. എന്നാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പൊന്നുമ്മ വേദന ഹൃദയത്തിൽ ഒതുക്കി എല്ലാം സഹിക്കും. ആ ധൈര്യമല്ലേ ഉമ്മയെ അവഗണിക്കാനും അവരോട് ക്രൂരമായി പെരുമാറാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഉപ്പയിൽ നിന്നും പണവും സാമ്പത്തിക സഹായവും ആവശ്യമുള്ളതിനാൽ ആ ഘട്ടത്തിലെങ്കിലും മക്കൾ മാന്യമായി അവരോട് പെരുമാറും. ഇന്ന് പൊതുവെ കാണുന്നൊരു പ്രവണതയുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹവും ലാളനയും കാണിക്കുന്ന മാതാപിതാക്കളോടാണ് സന്താനങ്ങൾ ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നത്. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായത്തിലെ 14-ാം വചനത്തിൽ പറയുന്നു, വബസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസ്സാലുഹു ഫി ആമൈനി അൻഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവന്റെ മുലകുടി നിർത്തിയതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക, എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. ഒരിക്കൽ ഒരു അനുയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി പറഞ്ഞു തരിക. പ്രവാചകൻ പറഞ്ഞു, കൃത്യസമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം. അതിനുശേഷം എന്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാതാപിതാക്കളോടുള്ള ബഹുമാനവും കാരുണ്യവും. മൂന്നാമത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ പ്രധാനമാണ് മാതാപിതാക്കളോടുള്ള കാരുണ്യത്തിനും ബഹുമാനത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഈ ഒരു ഉത്ബോധനം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലത്. നല്ല മക്കളായി തീരുവാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.